എൻ്റെ മനസ്സിൽ നിന്നുള്ള ഒരു ഉദ്ദേശമില്ല, ഒരു ദുരുദ്ദേശമില്ലല്ലോ. അതെ, സതുദ്ദേശം മാത്രം വെച്ചിട്ട് ഒരു അഭിമുഖത്തിൽ ലൈം ലൈറ്റിൽ ഉള്ള സമയത്ത് എല്ലാവരും ഉണ്ടാവും, അല്ലെങ്കിൽ ആരും ഉണ്ടാവില്ല എന്നത് പറയാനാണ് ഉദ്ദേശിച്ചത്. ഒരിക്കലും നസീർ സാറിനെ പോലത്തെ മലയാള സിനിമയുടെ ദൈവം അല്ലെങ്കിൽ ഗോഡ് ഓഫ് മലയാള സിനിമേനെ ഒരു വിധത്തിലും തേജോവധം ചെയ്യാനോ മോശമായിട്ട് പറയാനോ ഞാൻ ഉദ്ദേശിച്ചിരുന്നില്ല. പക്ഷെ അത് ഞാൻ നാട്ടിലുണ്ടായിരുന്നില്ല, ഇന്നലെയാണ് യു കെന്ന് എത്തിയത്. അത് ഡൈവേർട്ടായി പോയി. പക്ഷേ പ്രേം നസീർ ഫൗണ്ടേഷൻ്റെ ചെയർമാനായിട്ടുള്ള മേനക സുരേഷ് കുമാർ എന്നെ വിളിച്ച് പറഞ്ഞു, ഞങ്ങൾക്ക് കാര്യം കൃത്യമായിട്ട് അറിയാം. നസീർ സാറിൻ്റെ തൊട്ടടുത്ത ബന്ധു, അതായത് പ്രേം നസീർ ഫൗണ്ടേഷൻ്റെ തൊട്ടടുത്ത ചേട്ടനിയന്മാരും മക്കളായിട്ടുള്ള ഫൈസൽ, അദ്ദേഹം ജനറൽ സെക്രട്ടറിയാണ് ഫൗണ്ടേഷൻ്റെ. അതുപോലെ തന്നെ നാസർക്ക എൻ്റെ ട്രഷററാണ്. അവരായിട്ട് ഞാൻ ഇന്ന് കണ്ടു. അപ്പോൾ അവർക്കും മനസ്സിലായി കാര്യം വിഷമിക്കൊന്നും വേണ്ട, നിങ്ങളുടെ ഉദ്ദേശം അതായിരുന്നില്ല എന്നുള്ളത് മനസ്സിലായി. പക്ഷെ അത് ഡൈവേർട്ടായി പോയി. അപ്പോൾ അതിന് വേദനയുള്ളവർക്കല്ല, അല്ലാത്തവർക്കും എൻ്റെ അമ്മ ഉൾപ്പെടെയുള്ളവർ ചോദിച്ചു, നീ എന്താ? ഞാൻ പറഞ്ഞു അതല്ല, തെറ്റായിട്ട് അതിൽ നിന്നുള്ള, അതായത് ഞാൻ ഗുരുസ്ഥാനത്ത് കാണുന്ന ചില സീനിയേഴ്സ് നമുക്ക് ഇവരായിട്ടുള്ള അഭിനയിക്കാനുള്ള ഭാഗ്യം കിട്ടിയിട്ടില്ല. നസീർ സാറിൻ്റെ ഒപ്പവും മധു സാറിൻ്റെ ഒപ്പവും അതുപോലെ തന്നെ സത്യം മാസ്റ്ററിൻ്റെ ഒപ്പം അഭിനയിക്കാനുള്ള ഭാഗ്യം കിട്ടില്ല. പക്ഷെ മധു സാറിൻ്റെ വീട്ടിൽ നമ്മൾ ഒരുമിച്ച് പോകാറുണ്ട്. സത്യം മാസ്റ്ററിൻ്റെ മകനുമായിട്ട് ഞാൻ വളരെ അടുത്ത ബന്ധം കാത്തു സൂക്ഷിക്കുന്നതാണ്. അദ്ദേഹത്തിന് അമ്മയിൽ മെമ്പർഷിപ്പ് കൊടുക്കണമെന്ന് പറഞ്ഞ് വാദിച്ചിട്ടുള്ള ഒരാളാണ്, അത് കൊടുക്കുകയും ചെയ്തു. അതുപോലെ തന്നെ നസീർ സാറിൻ്റെ മകൻ ഷാനവാസിക്കായിട്ട് നല്ല ബന്ധമാണ്. പക്ഷെ ഇത് എന്തോ ഒരു അപകടം പറ്റിയതുപോലെ എൻ്റെ ടങ് സ്ലിപ്പ് തന്നെയാണ്. അത് പറഞ്ഞ രീതി ശരിയായില്ല എന്ന് തെറ്റായിട്ട് വ്യാഖ്യാനിക്കപ്പെടുകയാണെന്നുണ്ട്. അപ്പം എൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ഇതിന് മാപ്പ് പറയണമെന്ന് എനിക്ക് തന്നെ തോന്നിയിട്ട് നേരിട്ട് ഇവിടെ വന്നിട്ട്. കാരണം ഈ ന്യൂസ് ചാനലിൽ നിന്ന് കാണാനുള്ളൊരു ഇതുണ്ടായിരുന്നല്ലോ, 10-15 ദിവസം പുറത്തായിരുന്നു. സുരേഷ് ഏട്ടനെ അതുപോലെ തന്നെ ഫൗണ്ടേഷൻ്റെ ഫൈസലിക്കയും നാസറിക്കയും ഞങ്ങൾ ഇന്ന് ഒരുമിച്ച് കൂടി മാപ്പ് ഞാൻ എഴുതി കൊടുക്കുന്ന രീതിയിൽ തന്നെ അവർക്ക് കൊടുക്കുകയും, അവിടെ ഞാൻ ജനം ടി വിയിലായിരുന്നു, അവിടെ വെച്ച് എൻ്റെ ബൈറ്റ് എടുക്കുകയും, പിന്നെ നിങ്ങളെ നേരിട്ട് കണ്ട് പറയണം. അതായത് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്, അവർക്ക് വേദനിച്ചിട്ടുണ്ടോ, ഞാൻ ചിന്തിക്കാത്തൊരു കാര്യമാണ് സംഭവിച്ചത്. എരിവും പുളിയൊക്കെ കൂട്ടുന്ന നാവല്ല, ഒരു തെറ്റുപറ്റി എന്നുള്ള രീതിയിൽ മാപ്പ് പറയുകയും, ലോകത്തുള്ള എല്ലാ നസീർ സാറിൻ്റെ ആരാധകരോടും മാപ്പ് ചോദിക്കുകയും, അദ്ദേഹത്തിൻ്റെ കാലിൽ വീഴുന്നത് ഒരു കുറച്ചിലല്ല, അത് കൂടുതലാണ്. അതിനുള്ളൊരു ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ആ ഒരു തെറ്റിദ്ധാരണ മാറണമെന്ന് ആ ഒരു വിവാദം അവസാനിച്ചതായിട്ട് കൈതന്ന് ഫൗണ്ടേഷനും പിരിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നു. നസീർ സാറിന് ഇഷ്ടമുള്ളത് അത് നമ്മൾ പറയുന്നതിൻ്റെ സതുദ്ദേശമല്ല വന്നത്. അതിനു മുമ്പ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഇപ്പം മെർലിൻ മൺറോ എന്ന് പറഞ്ഞൊരു നടിയുടെ ഒരു സിനിമ ഡോക്യുമെന്റ് ചെയ്തിട്ടുണ്ട്. അത് കാണുമ്പോൾ ഒരു 36 വയസ്സിൽ ആത്മഹത്യ ചെയ്യേണ്ടി വന്നു. അപ്പോൾ അത് എന്തുകൊണ്ടാണ് അതൊരു പാഠമാണ്. ഞാൻ എൻ്റെ സീനിയേഴ്സ് പറയുമ്പോൾ എനിക്കറിയില്ലാത്ത സീനിയേഴ്സായിട്ടുള്ള ആൾക്കാരുടെ കൃത്യമായിട്ട് അവരുടെ കാര്യങ്ങൾ ഞാൻ കേൾക്കാറുണ്ട്. കാരണം അത് നമുക്കൊരു ഗുണപാഠമാണ്. അപ്പം ആ ഉദ്ദേശമാണ് ഉദ്ദേശിച്ചത്. പക്ഷെ ഒരിക്കലും നസീർ സാറിനെ പോലെ ഒരാളെ അങ്ങനെ പറയാൻ ഞാൻ യോഗ്യനുമല്ല. പക്ഷെ അങ്ങനെ തെറ്റിദ്ധാരണ ഉണ്ടായതിൽ എനിക്ക് വളരെയധികം വിഷമമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഫൗണ്ടേഷൻ്റെ ആൾക്കാർ, അത് സുരേഷ് ഏട്ടൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ബ്രദറിനെ പോലെയാണ് മേനക സുരേഷ് ഏട്ടൻ. ഏതൊരു പ്രശ്നം വരുമ്പോഴും എൻ്റെ കൂടെ നിൽക്കുകയും, അല്ലാതെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾക്കും ആദ്യ സിനിമയിൽ ചാൻസ് ചോദിച്ചു ചെല്ലുന്നത് സുരേഷ് ഏട്ടൻ്റെ ഒപ്പമാണ്. എനിക്ക് ഏഷ്യാനെറ്റ് സപ്പോർട്ടിംഗ് ആക്ടർ അവാർഡ് കിട്ടിയപ്പോൾ തന്നത് അദ്ദേഹമായിരുന്നു. അദ്ദേഹത്തോട് ഇമോഷണലായിട്ടൊരു അറ്റാച്ച്മെൻ്റ് ഉള്ള ഒരാളാണ്. അപ്പോൾ അദ്ദേഹം ഇടപെട്ടിട്ട് ഒന്നും പേടിക്കേണ്ട, എല്ലാം കാരണം വളരെ സ്വീറ്റായിട്ടാണ് നസീർ സാറിൻ്റെ തൊട്ടടുത്ത ബന്ധു ചേട്ടനിമാരും മക്കളുള്ള ഒരാളായ ഫൈസലിക്ക് എന്നോട് പെരുമാറിയതും. അതായത് അവർ പറഞ്ഞു, ഞങ്ങളിതൊക്കെ പഠിച്ചത് നസീർ സാറിൽ നിന്നുമാണ്, ആ മര്യാദകൾ പഠിച്ചത്. ചീത്ത പറയുന്നവരെ നിങ്ങൾ വിട്ടേക്ക്, ഞങ്ങൾ പഠിച്ചിട്ടുള്ളത് നന്നായിട്ട് പെരുമാറുക, സഹായിക്കുക എന്നുള്ളതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ വിഷമമുണ്ട് എനിക്ക്. തീർച്ചയായിട്ടും ആ ഫൗണ്ടേഷൻ്റെ മെമ്പർഷിപ്പ് എടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ മെമ്പർ ആവുകയാണ്. അപ്പോൾ ഞാൻ പറയുകയും ചെയ്തു, ഞാനും അൻസിവാസനും ആ ഫൗണ്ടേഷൻ്റെ യഥാർത്ഥത്തിൽ നസീർ ഫൗണ്ടേഷൻ ഒരു ഫാമിലിയൊക്കെ ഉൾപ്പെടുന്ന, മക്കളൊക്കെ ഉൾപ്പെടുന്ന എൻ്റെ മെമ്പറായിട്ട് മാറുകയും ചെയ്തു. അല്ല, ഇനി ഒരു വ്യക്തിയെ കുറിച്ച് ഞാൻ പറയുന്നില്ല, കൈമറത്തിരുന്ന എനിക്ക് തെളിവില്ല, അന്തരീക്ഷം മാത്രമേ ഉള്ളൂ. പക്ഷേ പറഞ്ഞവർക്കറിയാം, ഉള്ളിൻ്റെ ഉള്ളിൽ എന്തായാലും അറിയാം. നമുക്കല്ലാതെ നമുക്ക് എവിടെ നിന്നാണ് നമുക്കൊരു ഇൻഫർമേഷൻ കിട്ടുന്നത്? നിങ്ങൾക്ക് തന്നെ അറിയാം, ഞാൻ വേറെ ക്രിമിനൽ കേസിൽ പ്രതിയോ സ്ത്രീ പീഡന കേസിൽ പ്രതിയോ അല്ലെങ്കിൽ മയക്കുമരുന്ന് കേസിൽ പ്രതിയോ ഒരു പോലീസുകാരുണ്ട് ഇവിടെ ഇതിൽ അഭിനയിച്ച്, അവർക്കൊക്കെ അറിയാവുന്നതാണ്. ഞാനൊരാളെ മോശമാക്കി ഇകഴ്ത്തി ഒരിക്കലും പറയാറില്ല. മനസ്സ് വേദനിക്കുന്ന കാര്യം പറയുന്നത് പാപമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പോൾ നസീർ സാറിന് ഗോഡ് ഓഫ് മലയാള സിനിമയെ ഞാൻ ഒരിക്കലും പറയില്ല. പക്ഷെ 1-2 പേര് വ്യക്തിവൈരാഗ്യത്തിന്റെ പുറത്ത് നമ്മളിങ്ങനെ പറഞ്ഞ് ആക്കാൻ ശ്രമിക്കുകയും, അത് അങ്ങോട്ട് ഒരാൾ പിന്നെ വീണേർന്ന വളഞ്ഞേർന്ന് എല്ലാവരും ആക്രമിക്കുമല്ലോ. അപ്പോൾ അതൊരു ആക്രമണം, ഒരു മേളയായി മാറി. പക്ഷെ ഞാൻ ഇതുവരെയായിട്ടും എന്തൊക്കെ സൈബർ ആക്രമണം ഉണ്ടായാലും
ഈ ഫേസ്ബുക്ക് ഡിലീറ്റ് ചെയ്ത് പോവുകയോ ഇൻസ്റ്റ ഡിലീറ്റ് ചെയ്ത് പോകാറില്ല. കമന്റ് ബോക്സ് ഓൺ ചെയ്ത് വെക്കും. കാരണം തെറി പറയാനുള്ളവരൊക്കെ പറഞ്ഞോട്ടെ, പാപം ചെയ്യാത്തവർ എല്ലാവരും കല്ലെറിഞ്ഞോട്ടെ, അവരുടെ ദേഷ്യങ്ങളൊക്കെ തീർത്തോട്ടെ. പക്ഷെ ഞാൻ ഒളിച്ചുകൂടില്ല, ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. അതുകൊണ്ടാണ് തിരുവനന്തപുരത്തേക്ക് തന്നെ നേരിട്ട് വന്നത്. അപ്പോൾ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. എന്നറിയാവുന്ന ആൾക്കാരാണ് നിങ്ങളെല്ലാവരും. എന്ത് ചകഞ്ഞെടുത്താലും അറിയാതെ സംഭവിക്കുന്നു. അതായത് എഡിറ്റ് ചെയ്തിട്ട് ദയവ് ചെയ്തിട്ട് അതൊരു കഥയാക്കി മാറ്റരുത്. കണ്ടന്റ് മാത്രമായിരിക്കരുത്. നമ്മുടെ സതുദ്ദേശം എന്താണെന്ന് കൂടി അറിഞ്ഞിട്ട് നിങ്ങൾ അത് വ്യാപിപ്പിക്കുക എന്നുള്ളത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഓൾ ദി ബെസ്റ്റ്. ഗോഡ് ബ്ലെസ്. ഇൻഷാല്ലാഹ്. വാഗമൺ സ്പൈസസ്. വാഗമണിലെ എല്ലാ ഒറിജിനൽ പ്രോഡക്ട്സും തിരുവനന്തപുരത്ത് ഒരു കുടക്കീഴിൽ ജ്യോതിപുരം ഫുഡ് സേഫ്റ്റി ഓഫീസിന്റെ മുൻവശത്ത്. കശുവണ്ടി, കുരുമുളക്, ഗ്രാമ്പു, ഏലക്ക, പട്ട, കാഷ്യൂനട്ട്, നട്ട്സ്, ആൽമണ്ട് എന്നിവയെല്ലാം ഇവിടെ ലഭ്യമാണ്. ഞങ്ങളുടെ സഹോദര സ്ഥാപനം വാഗമൺ സ്പൈസസ് ഡ്രൈ ഫ്രൂട്ട്സ് ആൻഡ് ഡ്രിങ്ക്സ് വാഗമണിൽ ചോറ്റുപാറയിലും ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു. വാഗമണ്ണിൽ തുടങ്ങിയ വാഗമൺ സ്പൈസസിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു.